അസ്സലാമു അലൈക്കും. മൊഗ്രാൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൈനുദ്ദീൻ ആരിഫ്. ആദ്യമായി പ്രധാന വാർത്തകൾ. പെരുന്നാൾ പെരുമയിൽ മൊഗ്രാൽ. ആത്മസംസ്കരണത്തിന്റെ മാസത്തിന് കണ്ണീരിൽ കുതിർന്ന് വിട നൽകി മുസ്ലിം ലോകം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഗൾഫിലെങ്ങും 30 നോമ്പുകൾ പൂർത്തീകരിച്ചപ്പോൾ കേരളത്തിൽ 29 ദിനരാത്രങ്ങളുടെ സായുജ്യതയ്ക്ക് ശേഷമാണ് കാപ്പാട് കടപ്പുറത്ത് ഷവ്വാലിന്റെ പൊന്നമ്പിളി പ്രത്യക്ഷപ്പെട്ടത്. അതോടെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് വിരാമം കുറിച്ച് മൊഗ്രാൽ നിവാസികളും പെരുന്നാൾ ലഹരിയിലമർന്നു. പള്ളികളിൽ തക്ബീർ ധ്വനികൾ മുഴങ്ങി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പുത്തനുടുപ്പുകളും സുഗന്ധദ്രവ്യങ്ങളും പൂശി വിശ്വാസികൾ പള്ളികളിലേക്കൊഴുകി. മൊഗ്രാൽ കടപ്പുറം വലിയ ജുമാ മസ്ജിദ്, മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ്, ചളിയങ്കോട് കുന്നിൽ ഷാഫി മസ്ജിദ്, നാങ്കി മസ്ജിദ് തഖ്വ എന്നിവിടങ്ങളിലെല്ലാം പെരുന്നാൾ നമസ്കാരങ്ങൾ അരങ്ങേറി. നമസ്കാരത്തിനും ഖുതുബക്കും പെരുന്നാൾ ഉദ്ബോധനങ്ങൾ ശ്രവിക്കാനുമായി നൂറുകണക്കിന് ആളുകളാണ് പള്ളികളിലേക്ക് ഒഴുകിയെത്തിയത്. പ്രാർത്ഥനയ്ക്ക് ശേഷം പെരുന്നാൾ ആശംസകൾ കൈമാറിയും ബന്ധുവീടുകളും സുഹൃത്ത് ഭവനങ്ങൾ സന്ദർശിച്ചും മൊഗ്രാൽ നിവാസികൾ പതിവ് പോലെ ഇപ്രാവശ്യവും പെരുന്നാളാഘോഷം കെങ്കേമമാക്കി. നമസ്കാര സമയത്തിനിടയ്ക്ക് നേരിയ തോതിൽ മഴയൊന്ന് ചാറിയെങ്കിലും അത് തൊട്ടിലാട്ടം പോലെയുള്ള കുട്ടികളുടെ ആഘോഷ പരിപാടികളെ ഒട്ടും തന്നെ ബാധിച്ചില്ല. കടലപ്പൊരി, കശുവണ്ടി, ഈത്തപ്പഴം, പഴംപൊരി എന്നിവയൊക്കെ തന്നെയായിരുന്നു ഇപ്രാവശ്യവും പല വീടുകളിലും പെരുന്നാൾ വിഭവങ്ങൾ. ഇപ്പോൾ കിട്ടിയത് മൊഗ്രാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മൊഗ്രാലിലെ വിവിധ മദ്രസകളിൽ നിന്നും ഉയർന്ന മാർക്കുകൾ വാങ്ങിയ കുട്ടികൾക്ക് ദുബായ് മൊഗ്രാൽ ഫ്രണ്ട്സ് അസോസിയേഷനും ബഹ്റൈൻ മൊഗ്രാൽ വെൽഫെയർ കമ്മിറ്റിയും ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. ഇന്ന് രാവിലെ മൊഗ്രാൽ VHSCയിൽ ചേർന്ന പുരസ്കാരദാന ചടങ്ങിൽ മൊഗ്രാലിലെ ഒട്ടേറെ പൗരപ്രമുഖരും സ്കൂൾ മദ്രസ അധ്യാപകരും പങ്കെടുത്തു. ദുബായ് കമ്മിറ്റിക്ക് വേണ്ടി KM അദ്ദിൻച, അബ്ദുച്ച, MH ഖാദർ, സലീം MS, ഷംസുദ്ദീൻ തുടങ്ങിയവരും ബഹ്റൈൻ കമ്മിറ്റിക്ക് വേണ്ടി MA ഹംസ, അന്താച്ച കോട്ട, മുഹമ്മദ് കുഞ്ഞിച്ച അറബി എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു. മാഹിൻ മാസ്റ്റർ യോഗ നടപടികൾ ക്രമീകരിച്ചു. PTA പ്രസിഡന്റ് ഔക്കു ഉസ്താദ് അധ്യക്ഷത വഹിച്ചു. MM സിദ്ദീഖ്, കുത്തിരിപ്പ് മസ്ജ, നൂറുൽ ഹുദ മദ്രസ സദർ, കുന്നിൽ ഷാഫി മസ്ജിദ് ഇമാം എന്നിവർക്കൊപ്പം VHSCയിലെ അധ്യാപകരും രക്ഷാകർത്താക്കളും യോഗത്തിൽ ഭാഗഭാക്കായി. പെട്ടെന്ന് കിട്ടിയ വിവരങ്ങളായതിൽ യോഗത്തിൽ സംബന്ധിച്ച എല്ലാവരുടെയും പേരുവിവരങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. മൊഗ്രാൽ VHSCയിൽ ഒരു ലൈബ്രറി കെട്ടിടം പണിയുന്നു. മൊഗ്രാൽ VHSCയിൽ ഒരു ലൈബ്രറി കെട്ടിടം പണിയാനുള്ള തകൃതിയായ ഒരുക്കത്തിലാണ് സ്കൂൾ അധികൃതർ. ഇതിനായി നാട്ടുകാരിൽ നിന്നും പ്രവാസി സുഹൃത്തുക്കളിൽ നിന്നും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ബന്ധപ്പെട്ടവർ. കൂടുതൽ വിവരങ്ങൾ ധരിപ്പിക്കുവാൻ മാഹിൻ മാസ്റ്റർ, സ്കൂളിലെ പ്രധാന അധ്യാപകനും നാട്ടുകാരനുമായ മാഹിൻ മാസ്റ്റർ സ്കൂൾ പരിസരത്ത് നിങ്ങൾ കാത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമ്മുടെ സ്കൂളിൽ ഏകദേശം 5000-ൽ കൂടുതൽ ലൈബ്രറി പുസ്തകങ്ങളുണ്ട്. ഇപ്പം തന്നെ ഗവൺമെന്റ് 1 ലക്ഷത്തിൽ കൂടുതൽ ഉറുപ്പികയുടെ ലൈബ്രറി പുസ്തകങ്ങൾ അനുവദിക്കുന്നുണ്ട്. പക്ഷേ ലൈബ്രറിക്ക് പ്രത്യേകമായ ഒരു റൂമോ സൗകര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് PTA ജനറൽ ബോഡി യോഗത്തിൽ, അതുപോലെ തന്നെ സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിന്റെ യോഗത്തിൽ വെച്ചിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഏകദേശം 3 ലക്ഷം രൂപ ചെലവ് വഹിക്കുന്ന ഒരു ലൈബ്രറിക്കുള്ള ഒരു മുറി പണിയാണ്. അപ്പോൾ അതിന് നാട്ടുകാരുടെയും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. 3 മാസം കൊണ്ട് പണി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ കല്ല് ഇത് കെട്ടാൻ വേണ്ടിയിട്ടുണ്ട്, ഊഴി ഇറക്കിയിട്ടുണ്ട്, മെറ്റൽ. അതുപോലെ തന്നെ ഇത് ഒരു കുടിവെള്ള പദ്ധതി. ഏകദേശം 1800ഓളം കുട്ടികൾ നമ്മുടെ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട്. VHSC ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ. അപ്പോൾ കുട്ടികൾക്ക്
കുടിവെള്ളത്തിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഏകദേശം 28ഓളം ടാപ്പുണ്ട്. എങ്കിലും അത് തികയുന്നില്ല. അവിടെ ഏകദേശം 10ഓളം ടാപ്പ് അവിടെ ഉണ്ട്. പുതുതായിട്ട് ഒരു 8 ടാപ്പുള്ള ഒരു കുടിവെള്ള പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. GVHSS മൊഗ്രാൽ ലൈബ്രറി കെട്ടിട നിർമ്മാണ ഫണ്ട് ശേഖരണം. മാന്യരെ, വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. ഏതൊരു സമൂഹത്തെയും സംസ്കാരത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് നയിക്കുന്നത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസത്തിന്റെ ആത്മാവ് പുസ്തകമാണ്. അക്ഷരങ്ങളിലൂടെ അറിവാർജിച്ച് ജീവിതത്തെ സഫലമാക്കാൻ വിദ്യാഭ്യാസം നമ്മെ സഹായിക്കുന്നു. മാനവ സംസ്കാരത്തോടൊപ്പം പ്രായമുള്ളതാണ് വിജ്ഞാന സംഭരണ വിതരണ ഉപാധിയായ ലൈബ്രറി സംവിധാനവും. എഴുത്തും വായനയും സ്വായത്തമാക്കിയ കാലം മുതൽ മനുഷ്യൻ ലൈബ്രറികളെ കാത്തുപോന്നു. അതിൽ നിന്ന് ഒട്ടും ഭിന്നമല്ല നമ്മുടെ മൊഗ്രാലിന്റെ സംസ്കാരവും. സമ്പുഷ്ടമായൊരു വായനാ സംസ്കാരം നമുക്കുണ്ട്. ആധുനിക വിദ്യാഭ്യാസത്തിൽ ഒട്ടും അവഗണിക്കാനാവാത്ത സ്ഥാനം ലൈബ്രറിക്കുണ്ട്. നമ്മുടെ കുട്ടികളുടെ ചിന്തയെ ജ്വലിപ്പിച്ച് അവനെ ഒരു മനീഷിയാക്കാൻ വായന അത്യന്താപേക്ഷിതമാണ്. മനുഷ്യരാശിക്ക് മുകളിൽ അസ്തമിക്കാത്ത നക്ഷത്രമായി നിൽക്കുന്ന മഹാരഥന്മാരെ വായിച്ചെടുക്കാൻ നമ്മുടെ കുട്ടികൾക്കും കഴിയണം. വിദ്യാലയ പുരോഗതിയുടെ പ്രത്യക്ഷ ചിഹ്നങ്ങളിൽ ഒന്നാണ് വികസിതമായ ഒരു ഗ്രന്ഥശേഖരവും വിശാലമായ വായനാമുറിയും. എന്നാൽ നമ്മുടെ സ്ഥിതി ഒട്ടും ആശാവഹമല്ല. സമ്പന്നമായ നമ്മുടെ വായനാ സംസ്കാരത്തെ കൈമോശം വരാതെ സൂക്ഷിക്കാൻ, പ്രകാശമാർന്ന ജീവിതപാതകൾ കണ്ടെത്താൻ, ഉള്ളിലെ വെളിച്ചത്തെ കൂടുതൽ ദീപ്തമാക്കി ഉണർന്നിരിക്കാൻ നമ്മുടെ കുട്ടികളുടെ വായനാശേഷി പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. ഈ മഹാദൗത്യം നിറവേറ്റാൻ നമ്മുടെ സ്കൂളിലെ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു ലൈബ്രറി സമുച്ചയം നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ സദുദ്യമത്തിൽ എല്ലാ സുമനസ്സുകളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള എലക്ഷൻ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ കേരളമൊട്ടുക്കും തുടങ്ങിയായി. അതിന്റെ ആരവം മൊഗ്രാലിലും ഉയർന്നു തുടങ്ങി. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ബുള്ളറ്റിനിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതോടെ ഇന്നത്തെ നമ്മുടെ വാർത്തകൾ അവസാനിച്ചു. കൂടുതൽ വാർത്തകൾ ഇൻഷാ അല്ലാഹ് അടുത്തയാഴ്ച. അസ്സലാമു അലൈക്കും.